നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. വിന്ധ്യൻ, മേരു തുടങ്ങിയ മാമലകളും ഘോരഗഹന വനങ്ങളും അപാര സാഗരങ്ങളുമൊത്ത മഞ്ഞിടമാകെ നിഷ്പ്രയാസം കാത്തുരക്ഷിക്കുവാൻ ഭവാന്മാർക്ക് സാധിക്കുമല്ലോ. അപൂർവദൃഷ്ടമായ യോഗ്യതയാണ് നോക്കും തോറും കാണുന്നത്. വിചിത്ര ചിത്രങ്ങളോടുകൂടിയ മൃദുവാണെങ്കിലും ഉഗ്രമായ ധനുസുകൾ പൊന്നണിഞ്ഞ ഇന്ദ്രവജ്രം പോലെ പ്രകാശിക്കുന്നു. ആവനാഴിയിൽ നിറഞ്ഞു കാണുന്ന ഈ നിശുദ്ധ ബാണങ്ങൾ ഘോരാഗ്നി ജ്വാലകൾ പോലെ ഏതൊരു ജീവൻ്റെയും അന്ത്യമേകുന്നവയാണ് തീർച്ച. തങ്കപ്പിടിയുള്ള നീളവും വീതിയുമുള്ള ഈ തീക്ഷ്ണ ഖഡ്ഗങ്ങൾ ഉറയൂരിയ ഉഗ്രസർപ്പങ്ങളെ പോലെ തോന്നുന്നു. പ്രഭുശ്രേഷ്ഠന്മാരായ ഭവാന്മാർ എന്താണ് യാതൊന്നും എന്നോട് സംസാരിക്കാത്തത്? ധർമാത്മാവായ സുഗ്രീവൻ വാനര രാജാവാണെങ്കിലും അഗ്രജന്റെ വഞ്ചനയാൽ ഈ അടവിയിൽ ചുറ്റിത്തിരിഞ്ഞ് ദുഃഖിതനായി വാണുകൊണ്ടിരിക്കുന്നു. പ്രഭോ, കപീന്ദ്രനായ അദ്ദേഹം കൽപ്പിച്ചയച്ചു വന്ന ഒരു വാനരനാണ് ഞാൻ. എൻ്റെ പേര് ഹനുമാൻ എന്ന്. ധാർമ്മികാഗ്രഗണ്യനായ സുഗ്രീവൻ ഭവാന്മാരോട് സഖ്യം ആഗ്രഹിക്കുന്നു. പ്രഭോ, അദ്ദേഹത്തിൻ്റെ അമാത്യനായ ഞാൻ വായുസുതനാണ്. കാമരൂപി ആയതിനാൽ സന്യാസി വേഷം കൊണ്ടു എന്നു മാത്രം. കപീന്ദ്രൻ്റെ ആഗ്രഹം ഏകുവാൻ ഭവാന്മാരുടെ സമീപത്തിലേക്ക് വന്നു. വശ്യവാക്കുകളായ ശ്രീരാമലക്ഷ്മണന്മാരോട് വാക്യജ്ഞനായ മാരുതി ഇത്രയും പറഞ്ഞ് നിശബ്ദനായി തൊഴുതു നിന്നു. ആഞ്ജനേയരുടെ വാക്കുകൾ ശ്രീരാമചന്ദ്രനെ സുപ്രസന്ന ചിത്തനാക്കി. ഏറ്റവും വിനീതനായി അടുത്തു നിൽക്കുന്ന അനുജനോട്, പരന്ധപനായ ലക്ഷ്മണ, വമ്പനായ വാനര രാജാവ് സുഗ്രീവനെ അന്വേഷിച്ച് പുറപ്പെട്ട നമ്മുടെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ സജീവൻ വന്നു ചേർന്നു. വാഗ്മിയായ മന്ത്രിസത്തമനോട് സ്നേഹപൂർണങ്ങളായ വാക്കുകൾ നീ പറയൂ. സൗമിത്രി, ഋഗ്, യജസ്, സാമം എന്നീ വേദത്രയങ്ങൾ ശരിക്ക് പഠിക്കാത്തവനെ ഇത്രയും ഭംഗിയായി സംസാരിക്കുവാൻ സാധ്യമല്ല. ലക്ഷ്മണ, വ്യാകരണശാസ്ത്രം മുഴുവൻ ഇവന് അറിയാം. ഇത്രയധികം സംസാരിച്ചിട്ടും ഒരൊറ്റ അപശബ്ദമെങ്കിലും ഇവൻ്റെ നാവിൽ നിന്ന് വന്നിട്ടില്ല. വർത്തമാനം പറയുമ്പോൾ മുഖത്തിനോ നെറ്റിക്കോ പുരുകങ്ങൾക്കോ കണ്ണുകൾക്കോ മറ്റുമുള്ള എന്തെങ്കിലും അവയവങ്ങൾക്കോ ഒരു ഗോഷ്ഠിയും ഉണ്ടായിട്ടില്ല. ഗുരുവും ലഘുവുമായ അക്ഷരങ്ങൾ വ്യക്തമായും മാത്രകൾ ചുരുങ്ങുകയോ അധികരിക്കുകയോ ചെയ്യാതെ ധൃതിയില്ലാതെ സുസ്പഷ്ടമായും മധ്യസ്വരത്തിൽ നല്ല ഭാഷയിൽ കണ്ടത്തിൽ നിന്ന് പുറപ്പെട്ടിരുന്നത് ശ്രദ്ധിച്ചില്ലേ? കുമാര, 3 സ്ഥാനങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വർണ്ണങ്ങൾ ഒത്തുചേർന്ന ഈ സംസ്കൃത വാക്കുകൾ കേട്ടാൽ വാളോങ്ങിയ വൈരി പോലും സന്തുഷ്ട ഹൃദയനാകും. അതിവിഘ്നനായ ഒരുവന് മാത്രമേ ഇത്തരത്തിൽ സംസാരിക്കുവാൻ സാധിക്കൂ. ഹേ ശാന്താത്മാവായ അനുജ, സംശയമില്ലാതെ, വക്രത ഇല്ലാതെ, താമസമില്ലാതെ, ധൃതിയില്ലാതെ പറഞ്ഞ വാക്കുകൾ ഏവനെയാണ് അനുവർത്തിപ്പിക്കാതിരിക്കുക? ഇത്തരത്തിലുള്ള ഒരു ദൂതൻ ഇല്ലാത്ത രാജാവ് ഭരണം എങ്ങനെ കാര്യക്ഷമമാക്കും? ഉദ്ദേശിച്ച കാര്യങ്ങൾ ഏതു തന്നെയും ഇങ്ങനെയൊരു ദൂതനുണ്ടെങ്കിൽ അനായാസമായി സാധിക്കും. അഗ്രജന്റെ അർത്ഥപൂർണങ്ങളായ വാക്കുകൾ വാഗ്മിയായ സൗമിത്രി കേട്ടു. വശ്യവാക്കായ ഹനുമാനോട്, അല്ലയോ വിഘ്ന, മഹാനുഭാവനായ സുഗ്രീവന്റെ ഗുണങ്ങൾ ഞങ്ങൾക്ക് അറിയാം. കപീന്ദ്രനെ അന്വേഷിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വന്നതും. വായുപുത്ര, സുഗ്രീവന്റെ പ്രതിനിധിയായി വന്ന അങ്ങ് പറയുന്നത് പോലെ എല്ലാം ചെയ്യാം. അതിസമർത്ഥമായ വാക്കുകൾ മാരുതിയെ ഏറ്റവും സന്തുഷ്ടനാക്കി. എല്ലാം വിജയത്തിലേക്ക്. ആ പ്രൗഢഹൃദയം മന്ത്രിച്ചു. ശ്രീരാമ സുഗ്രീവന്മാരുടെ സഖ്യത്തിന് ആഗ്രഹം പൂർണ്ണമായി. ലക്ഷ്മണന്റെ കാര്യമാത്ര പ്രസക്തമായ സംഭാഷണം ഓർക്കും തോറും വായുനന്ദനന്റെ ഹൃദയം ആനന്ദിച്ചു. ഹൃദയം സ്വയം പറഞ്ഞു, മഹാത്മാവായ സുഗ്രീവന് വാനരരാജ്യം ഭരിക്കുവാൻ സാധിക്കും എന്നത് തീർച്ചയായി. സ്ഥിതപ്രജ്ഞരായ ഈ പുരുഷോത്തമന്മാർ വന്നു ചേർന്നുവല്ലോ. നിറഞ്ഞ സന്തോഷത്തോടെ ശ്രീരാമനോട് സാദരം, പ്രഭോ, അനുജനും ഒന്നിച്ച് ദുർഗമവും വ്യാളാദി മൃഗസേവിതവുമായ ഈ പംഭാവനത്തിൽ വരുവാൻ കാരണം എന്താണാവോ? മാരുതിയുടെ ചോദ്യത്തിന് അഗ്രജ പ്രേരണ അനുസരിച്ച് സൗമിത്രി ഇങ്ങനെ ഉത്തരം പറഞ്ഞു. വായുനന്ദന, കേട്ടാലും. അതിതേജസ്വിയും ധർമ്മവത്സലനും അയോധ്യാധിപതിയുമായ ദശരഥ മഹാരാജാവ് ക്ഷത്രിയധർമ്മത്താൽ 4 ജാതികളെയും സ്വകർമ്മ നിരതരും സന്തുഷ്ടരുമാക്കി രാജ്യം ഭരിച്ചു പോന്നു. ആ മഹാത്മാവ് ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ആരും അദ്ദേഹത്തെയും. പ്രജകൾക്കെല്ലാം കൺകണ്ട വിധാതാവിനെ പോലെയായിരുന്നു. അഗ്നിഷ്ണോമം തുടങ്ങിയ മഹായജ്ഞങ്ങൾ യഥാവിധി ചെയ്ത അവനീശ്വരൻ ദക്ഷിണകൾ യഥേഷ്ടം ദാനം ചെയ്തു. ആ നരേന്ദ്രൻ്റെ സീമന്തപുത്രനാണ് ഇദ്ദേഹം. ശ്രീരാമൻ എന്ന അനശ്വര യശസ് സമ്പാദിച്ച ജ്യേഷ്ഠൻ സർവ്വജീവജാലങ്ങൾക്കും ശരണ്യനാണ്. മഹാരാജ ദശരഥ ആത്മജന്മാരിൽ സദ്ഗുണസമ്പന്നനുമാണ്. രാജലക്ഷ്മി അനുഗ്രഹിച്ച സർവലക്ഷണയുക്തനായ മഹാപ്രഭു രാജ്യത്തിൽ നിന്ന് നിഷ്കാസിതനായി വനവാസത്തിന് എന്നോടൊന്നിച്ചു വന്നു. ധർമ്മപത്നിയായ ദേവി സീതയും
അവിടുന്ന് ഒന്നിച്ച് ദിനാന്ത ഭാസ്കരനെ പ്രഭയെപ്പോലെ അനുഗമിച്ചു. അഗ്രജന്റെ ദിവ്യഗുണങ്ങൾ അറിയുന്ന ഞാൻ കൃതജ്ഞനും അചിന്ത്യവിഘ്നനുമായ ദേവന്റെ വെറുമൊരു ദാസൻ. എന്നാൽ അനുജനും എൻ്റെ പേര് ലക്ഷ്മണൻ, മഹാത്മാവും സുഖാർഹനും സർവ്വജീവികൾക്കും ക്ഷേമം പ്രദാനം ചെയ്യുന്നവനും താൽക്കാലികമായി ഐശ്വര്യവിഹീനനും പിതൃനിയോഗപ്രകാരം കാനനവാസം തുടങ്ങിയവനുമായ ജ്യേഷ്ഠൻ്റെ ധർമ്മധാരങ്ങളെ കാമരൂപിയായ ഒരു രാക്ഷസൻ കട്ടുകൊണ്ടുപോയി. ആ ദുഷ്ടാഗ്രഗണ്യനെ ഞങ്ങൾ അറിയുകയില്ല. ശാപം കൊണ്ട് അസുരനായി തീർന്നിരുന്ന ധനു സുഗ്രീവൻ എന്തിനും കരുത്തുള്ളവനാണെന്ന് പറഞ്ഞു. മാത്രമല്ല ജ്യേഷ്ഠത്തെ അപഹരിച്ച അസുരേന്ദ്രനെ വീര്യവാനായ കപീശ്വരൻ അറിയുമെന്നുകൂടി പറഞ്ഞിട്ടാണ് ധനു സ്വർഗം പോകിയത്. ഞങ്ങളുടെ ചരിത്രമറിയാൻ ആഗ്രഹിക്കുന്ന അങ്ങയോട് എല്ലാം തുറന്നു പറയുവാണ്. ഞങ്ങൾ സുഗ്രീവനെ ശരണം പ്രാപിക്കുന്നു. ധനം വാരിക്കൊടുത്ത് അതിയായ കീർത്തി സമ്പാദിച്ച് ലോകനാഥനായി വാഴുന്ന ശ്രീരാമചന്ദ്രൻ സുഗ്രീവനെ നാഥനാക്കുവാൻ ആഗ്രഹിക്കുന്നു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.